ഐശ്വര്യത്തിന്റെയും അതിന്റെ ഒരു നല്ലൊരു വരുമാനത്തിന്റെ ഒരു വർഷമായി മാറട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രാർത്ഥനയോടുകൂടി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതിനുള്ളൊരു ടൈം എത്രയും ഓടി വന്നിട്ട് വെറുതെ കളയണ്ട. ചായ ഉണ്ട്, ആരും പേടിക്കണ്ട, കാണുന്നില്ല. പക്ഷെ കുറച്ച് ടൈമുണ്ട്, ഒരു 11 മണിയാകുമ്പോഴത്തേക്കാണ്. മറ്റേത് നമ്മൾ വരുന്നതിനനുസരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസിപ്ലിൻ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ബ്രേക്ക് 11 മണിയാകുമ്പോൾ ചിലപ്പോൾ ചായ കടി ഉണ്ടാവും. പിന്നെ ഫസ്റ്റത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പം നല്ലൊരു പ്രതീക്ഷയോടെ എല്ലാവരും വന്നത്. അപ്പം ഇപ്പം പോയ പിറ്റേന്ന് തന്നെ നമ്മൾ 2ാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. പോയതിൻ്റെ പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് ഇട്ട് എനിക്ക് 10 ആളായി 15 ആളായി ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ കിട്ടുന്ന ക്ലാസ് നിങ്ങൾ നല്ലോണം അറ്റൻഡ് ചെയ്യണം, നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. കുട്ടികളുണ്ടെങ്കിൽ ഇപ്പം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മക്കളെ പുറത്ത് വിടണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മക്കൾ പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് എന്താ കേൾക്കുമ്പോൾ അവർ ഇതേ ശ്രദ്ധിക്കുക, അവൻ ഒച്ചയിരുന്നുണ്ട് തന്നെ ഇവർ ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കാതെ ആ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളെ കുട്ടികളുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുട്ടികളെ കൊണ്ട് ഈ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ കണ്ടില്ലായിരുന്നു, എന്നെ സ്റ്റേജിൽ നിന്ന് വിളിച്ചിട്ടൊന്ന് പറയുന്നത് പറയാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടപ്പോൾ ഇങ്ങനെ ഈ കൂടെ കുട്ടികളെ കൊണ്ട് നടക്കരുത്. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ട് ഒരു ആവശ്യത്താൽ സംസാരിക്കരുത്. കാരണം എന്താ, ഇത് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമുക്ക് അത്രയും അറിയേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ അടുത്ത് പോയി നമ്മളിതിനെ കുറച്ച് കേട്ട് ഓടി കസ്റ്റമർ അടുത്ത് പോയി നമ്മൾ പറയുമ്പോൾ പകുതിയാകുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ച് പറയാനറിയില്ല. അപ്പോൾ വേഗം അപ്പം ഒന്ന് നീച്ചിട്ട് വേഗം എൻ്റെ നമ്പറിൽ പിടിച്ചിട്ട് ശമ്പളത്താണ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയോ? ഇല്ല. അതിൻ്റെ ഏത് മുതൽ Z വരെ പറഞ്ഞുതരാൻ അറിയുന്ന സാർമാരാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മറന്നു പോകും തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ വേഗം നോട്ട് ചെയ്യുക. അതിന് മറന്നു പോകുന്നതല്ലെങ്കിലും നോട്ട് ചെയ്യുക. കാരണം വീട്ടിൽ പോയി ഒന്നുകൂടി നോക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കസ്റ്റമർ കിട്ടിയാൽ എങ്ങനെയെങ്കിലും മലത്തി അടിക്കണം, കളരിയിലെ പോലെ വീഴ്ത്തിയിടണം കേട്ടോ. അതിനെന്താക്കണം, നമ്മൾ നല്ലോണം പഠിച്ചിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതി പോയാൽ വീട്ടിൽ നിന്ന് ഒന്നും കൂടിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് കോപ്പി അടിക്കാനും ഉപകരിക്കും. കോപ്പി അടിക്കാൻ ഇങ്ങനെ കസ്റ്റമർ കിട്ടിച്ച് ചോദിക്കുമ്പോൾ നല്ല ഓരോ വേഗം നോക്കുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഓർമ്മയിൽ വെക്കണമെന്നുണ്ടാവില്ല, മറന്നു പോകുമല്ലോ പെട്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു ചോദിക്കുന്ന സമയത്ത് നമുക്കത് ഓപ്പണാക്കി നോക്കാനുള്ള ഒരു ഐഡിയയിലെങ്കിലും ഒന്ന് എല്ലാ പോയിന്റും മറിച്ചിടണം. കഴിഞ്ഞ പ്രാവശ്യം സാറിനൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫുൾ സ്കീമിനെ കുറിച്ചും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എങ്ങനെ ഒരു കസ്റ്റമർ മാനേജ് ചെയ്യണം, അതിൻ്റെ എല്ലാ സ്കീമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരുന്നു. ഇതൊന്നും കൂടുതൽ തമാശ ചിരിയൊന്നുമല്ല. അപ്പം അത് മൊത്തത്തിൽ ഉൾക്കൊള്ളുക. എന്നിട്ട് ഏതൊക്കെ സ്കീം നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ എടുക്കുക. എന്നുവെച്ചാൽ 10 തരം സ്കീമുകളെ കുറിച്ച് പറഞ്ഞില്ലേ, അതെടുക്കുക. എന്തിനാ വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ ചോറ് വെക്കുന്നില്ലേ, എല്ലാവരുടെ വീട്ടിലും ചോറ് വെക്കുന്നില്ലേ. അപ്പോൾ ചോറ് വെക്കുമ്പോൾ നമ്മളെന്താക്കുന്നു, 1 കിലോ അരി വെക്കുന്നു, നമ്മളെന്താക്കുന്നുണ്ട് ചെമ്പെടുക്കുന്നുണ്ട്, അരിവെള്ളം വെച്ച് ഗ്യാസ് മേൽ വെക്കുന്നുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് അരി എടുക്കുന്നു, കഴുകുന്നു, ഇടുന്നു. പിന്നെ നമ്മളെന്താ ഇടയ്ക്ക് ഇളക്കുന്നു, വേകുന്ന സമയം നോക്കുക, വാർക്കുക. ഇത് നമുക്ക് പണിയാണ്. അതേപോലെ ആ 1 കിലോ വെക്കുന്ന സമയത്ത് നമ്മളൊരു 5 കിലോ കൂട്ടി വെക്കുക. നമ്മൾ പണി ചെയ്യുമല്ലേ, 2 കാര്യം മാറ്റം വരുന്നുള്ളൂ. ഒന്ന് ചെമ്പിൻ്റെ വലിപ്പം കൂട്ടുക, 2 വാർക്കുന്ന സമയത്ത് ലേശം ഒരു വെയിറ്റ് കൂടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വാർക്കുക. പക്ഷെ നമുക്ക് തരുന്നത് എന്താ, 1 കിലോ അരിക്കക്കാരി 5 കിലോ ചോറ് കിട്ടുന്നു. അതേപോലെ ഈ വാർത്തെടുക്കുക. കാരണം എന്താ, നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വരുമാനം വേണ്ടത് നമ്മുടെ ആവശ്യം. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ കൂടുതൽ കേട്ടോ, പുരുഷന്മാരെന്ന് പറയുന്ന സ്ത്രീകൾ കൂടുതലായിട്ട് വരുമ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട് എന്ന് രാവിലെ ഇവിടെ എത്തുന്നത്. കാരണം എന്താ, ഹസ്ബൻഡ്, മക്കള്, വീട്ടിൽ ഉമ്മ ഉണ്ടായാലും വയസ്സായിട്ടൊക്കെ ഓരൊക്കെ മാനേജ് ചെയ്ത് ഒരു സെറ്റാക്കി വരുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും ഒരു നെഗറ്റീവ് കമൻ്റ് അടിക്കും. നീ ഇപ്പോൾ പോയിട്ട് എന്തുണ്ടാക്കി, അല്ല നീയെ പോയിട്ട് ഇപ്പോൾ വരുമാനം ഉണ്ടാക്കി, അതൊന്ന് കാണണ്ട. അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്തത്, നമ്മളോട് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, ബസ്സിൽ കയറി ഇരുന്ന് തപ്പി പിടിക്കും. ഏതെങ്കിലും ഒരു റീൽസോ അല്ലെങ്കിൽ ഇൻഷോട്ടോ എന്തെങ്കിലും. എന്നാൽ
നീ പറഞ്ഞോടി നിനക്കുള്ള വഴിയേ വരൂ. അങ്ങനെ കുറേ പോസ്റ്റുകളിൽ ഏറ്റവും കടുത്ത പോസ്റ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ ആൾ കേൾക്കാൻ വേണ്ടി സ്റ്റാറ്റസ് വെക്കും. സ്റ്റാറ്റസ് വെച്ചിട്ട് കഴിഞ്ഞ് ബസ് കയറി കഴിഞ്ഞ് തുടങ്ങും, ഇതുവള് കണ്ടോ, ഇതുവള് കണ്ടോ, ഇതുവള് കണ്ടോ നോക്കാൻ. അങ്ങനെ ഉച്ചയാവുന്നവരെ നോക്കുവള് കണ്ടോ എന്നുള്ള കഷ്ടകാലത്തിൽ അന്ന് ഓളെ മോക്ക് പനി കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഭയങ്കര തിരക്കായി കൊണ്ടോള് അന്ന് സ്റ്റാറ്റസ് ഒന്നും നോക്കിയില്ല. രാത്രി വരെ നിങ്ങളെ പണി എന്താ? ഈ പറഞ്ഞ ഒരാള് കാണാൻ വേണ്ടിയിട്ട സ്റ്റാറ്റസ് രാത്രി വരെ തപ്പുന്ന അവര് കണ്ടോ ഇല്ല. അപ്പം അത്രയും നേരം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കളഞ്ഞ് നോക്കിയില്ല. അപ്പൊ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, തിരിച്ച് ഇന്ന് ഇവിടെ വന്ന് ക്ലാസ് നല്ലോണം അറ്റൻഡ് ചെയ്ത് നല്ലോണം എത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക. 3 മാസം ഞാൻ നിങ്ങൾ പറയുന്നത് ഏതൊരു ബിസിനസ്സിനും കുറേ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ ഇതിന് നമുക്ക് ചുരുങ്ങിയത് 3 മാസം ഹാർഡ് വർക്ക് ചെയ്താൽ ഇപ്പൊ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ആള് ഇതിലേക്ക് വന്ന് 2 രമ്യക്ക് നാളെ തന്നെ 40,000 രൂപ വരുമാനത്തിലേക്ക് അവള് സെറ്റാക്കി കൊടുത്ത്. അപ്പൊ ഒറ്റ മാസം കൊണ്ട്. അപ്പൊ അത് ഞാനോട് പറഞ്ഞു, നീ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത 1 ലക്ഷം വരെ സ്റ്റാർട്ടിങ്ങിൽ 1 ലക്ഷം വാങ്ങാനുള്ള കപ്പാസിറ്റി ആയി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് 40,000 മതി എന്നറിയില്ല, 1 ലക്ഷം വരെ ആക്കാൻ ശ്രമിക്കുമ്പോൾ പകുതി നമുക്ക് കിട്ടും. 3 മാസം എഫക്റ്റ് എടുത്തോ, രാവും പകൽ ഉറങ്ങാതെ എഫക്റ്റ് എടുത്തോ, നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. കാരണം ഇത് നേരിട്ട് കണ്ട് വന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായത്? ഞാൻ കുറേ 7 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന വീട് പണിയുടെ ഇടയിൽ പാത്രം കഴിയുകൊണ്ടിരിക്കുമ്പോൾ ദിവസം ജീവിതത്തിൽ ഒരു മാറ്റമില്ല. രാവിലെ എണീക്കുക, നിസ്കരിക്കുക, രാവിലെ ദോശ ഇട്ടുക, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചായ, രാത്രി ചോറ്, അല്ല ചപ്പാത്തി, ആവർത്തിച്ചോണ്ടിരിക്കുക നമ്മുടെ ജീവിതം മൊത്തം. ലൈഫിൽ ഒരു മാറ്റമില്ല. ഇതൊക്കെ കഴിയുമ്പോൾ എന്താ, ഒരു ചെറിയ പ്രശ്നം എടുത്ത് കരഞ്ഞിരിക്കുക. കാരണം വേറെ ഒന്നും ചിന്തിക്കാനില്ല, നമ്മളെ പ്രശ്നം തീരൂല, പക്ഷെ അത് ആലോചിച്ച് കരഞ്ഞ് ജീവിതം തീർക്കുക. അപ്പൊ ഞാൻ കുറേ കാലയിലെ പാത്രം കഴുകുന്നു, പാത്രം കഴുകിയത് പാത്രം അവിടെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്ന് നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ബാഗിന്റെ നിർമ്മാണം, തുണിസഞ്ചി നിർമ്മാണമാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ബിസിനസ്. അതിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഞാനിങ്ങനെ ബാഗ് പ്രൊഡക്ഷൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു കമ്പനി വന്ന് വയനാട്ടിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തന്നായി. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഭാഗ്യം ഇഷ്ടം, വയനാട്ടിൽ വേറെ ഡിസ്ട്രിബ്യൂട്ട് വന്നില്ല. അപ്പം എന്നോട് വയനാട് ജില്ലയിൽ ഡിസ്ട്രിബ്യൂട്ട് ആകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ ആയിക്കോളാറുണ്ട്. കാരണം ഹസ്ബൻഡിനോട് ചോദിച്ച് ലീൻ കോട്ടൺ ബാങ്കിന്റെ വയനാട് ഡിസ്ട്രിബ്യൂട്ട് ആകാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്, സമ്മതിക്കുക ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അറിയോ ചോദിച്ചു, ഡിസ്ട്രിബ്യൂട്ടിന്റെ അർത്ഥം അറിയോ ചോദിച്ചു. എനിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ അർത്ഥം എനിക്ക് അറിയില്ല, പക്ഷെ എന്താണ് അതൊന്ന് ആവണമെന്ന് ചോദിച്ചു. ഇന്ന് എന്താ ആവുന്നതെന്ന് ചോദിച്ചു. അപ്പൊ 2ാമത് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയാൻ വേണ്ടി കിട്ടും. ഞാൻ എന്തോ ആദ്യം പറഞ്ഞ ആ സാധനം ആയി തന്നാൽ മതി, നമുക്ക് 10ാം ക്ലാസ് സമ്മതം വേണമല്ലോ, അപ്പൊ നിങ്ങൾ സമ്മതം തന്നാൽ മതി, എനിക്കത് ആവണം എന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് കുട്ടികളെയല്ല അടി കിട്ടുന്നത്, കിട്ടിയ ഒറ്റക്ക് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ചെയ്തു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഒരു സമ്മതം തരണം എന്ന്. അങ്ങനെ സമ്മതം തന്ന് ഡിസ്ട്രിബ്യൂട്ട് ആകാമെന്ന് സാറെ വിളിച്ച്. കുട്ടികളൊന്നും സ്കൂൾ പോലല്ലേ. ഓക്കെ താങ്ക് യു ഷംലാറിനെ. അങ്ങനെ ഫോൺ വെച്ച് 2-3 ഡാൻസ് ഒക്കെ വെച്ച്. കാരണം വയനാട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ആയതല്ലേ, ആരും കാണൂലല്ലോ ആ സന്തോഷത്തിൽ. കാരണം വീട്ടമ്മയെ ഞാനാണ് ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള സ്ഥലത്തേക്ക് ഒറ്റയടിക്ക് കയറുന്നത്. അത് സന്തോഷമായി. പിന്നെ എൻ്റെ ജോലികൾ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാനിങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോള് വന്നത്. അപ്പോൾ ഈ കോള് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഹലോ ഷംല മേഡാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടം തെറ്റിപ്പോയിട്ട് ചെവിയൊക്കെ ഒന്ന് ശരിയാക്കിക്കുന്നു, ഹലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, വയനാട് ലീൻ കോട്ടൺ ബാഗിന്റെ ഡിസ്ട്രിബ്യൂട്ട് ഷംല മേഡാണോ ചോദിച്ചു. അപ്പം എനിക്ക് ഓടി, ഞാൻ ഇന്നലെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടില്ല എന്നുള്ള. അപ്പോഴത്തേക്ക് ഞാൻ വേഗം എന്താക്കി, എൻ്റെ ശൈലി മാറ്റി. അപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടാണ്. അപ്പം ഹലോ, അതേ ആരും സംസാരിക്കുന്നതിനെ പറ്റിയിട്ടൊന്ന് സ്റ്റൈലാക്കി. അപ്പോഴത്തേക്ക് ഓർക്ക് എനിക്ക് അപ്പം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടിനെ വിളിച്ചതാണ്. അപ്പം ഞാൻ ഫോൺ വെച്ചിട്ട് ഒരൊറ്റ ദിവസം മതിലേ മേഡാവാൻ ഇത്ര കഷ്ടപ്പാടില്ല. അതായത് കാരണം സാധാ വീട്ടമ്മയായ ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് മേഡം എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാധനമായതുകൊണ്ട് ഒറ്റയടിക്ക് ബിസിനസ് വളരുകയും ചുരുങ്ങിയ ഒരു ദിവസം ഒരു 20,000 രൂപ വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് സാധാ ഒരു സ്ത്രീക്ക് ഒരു 5 രൂപ വരെ കിട്ടാത്ത ഒരാൾക്ക് പെട്ടെന്ന് 20,000 ദിവസം സാലറി കിട്ടുന്നതെന്നുള്ളത് ആലോചിച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, നമുക്കൊരു വരുമാനം വേണം നമ്മൾ നിശ്ചയിച്ചാൽ ഒരിക്കലും നമ്മൾ എന്താക്കരുത്,
അതിൽ നിന്ന് ബാക്കോട്ട് അടിക്കാതെ മുന്നോട്ട് പോകും. അത് വേഗം വിജയിക്കും. കാരണം സ്ത്രീകൾക്ക് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതത് നടത്തിയിട്ടേ അടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ബിസിനസ് പെട്ടെന്നടിക്ക് വയനാട് ജില്ലയിൽ അറിയപ്പെട്ട് 14 ജില്ലയിൽ അറിയപ്പെട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ 14 ജില്ലയിലെ ഗവൺമെൻറ്റുള്ള വർക്കുകൾ, പിന്നെ വലിയ വലിയ കമ്പനികളിലുള്ള വർക്കുകൾ, പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലേക്കുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പം അടുക്കളയിൽ നിന്ന് പാത്രങ്ങളിൽ നിർത്തിയത് കൊണ്ട് നമ്മൾ കേരളം മൊത്തം അറിയപ്പെട്ട ഒരു സംരംഭകയായി, മൊത്തം അവാർഡുകളായി, എല്ലാ പൊസിഷനിലേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സ്വീകരണം, ആദരവ്, എല്ലാ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക, നമ്മുടെ സംരംഭം മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എത്തുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു സ്ത്രീയിൽ നിന്ന് അത് വരുമ്പോൾ നമുക്ക് അത് വരുമാനത്തിനെക്കാട്ടിയും കൂടുതൽ നമ്മുടെ മനസ്സിന് തരുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വെച്ചാൽ 50 രൂപ ഒരു ദിവസം വരുമാനം പ്രതീക്ഷിച്ച് ഒരു ദിവസം 50,000-ന് മുകളിൽ നമ്മൾ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സന്തോഷം. അതിൽ കൂടി സന്തോഷം എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ തുടക്കത്തിൽ 50 സ്ത്രീകളെ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചത്. പക്ഷെ ഇപ്പം 300 സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നു. 3000-ൽ പേരെ സ്ത്രീകൾ എൻ്റെ കീഴിൽ സംരംഭകരാകുന്നു. അവർക്ക് മോട്ടിവേഷനും സപ്പോർട്ടും അവർക്ക് അത് ചെയ്യാൻ ധൈര്യം കൂടി പകർന്നിട്ടാണ് ഞാൻ എന്താക്കുന്നത്. 3000-ലേറെ സ്ത്രീകൾ ഇപ്പം ഓരോ ജില്ലകളായിട്ട് സംരംഭകരായി മാറി. ഇന്നലെ ഒരു സംരംഭം ഞാൻ പോയിട്ട് ഇനാഗ്രേഷൻ ചെയ്ത്, ആ ഇനാഗ്രേഷൻ എന്നെ വിളിച്ച ആ സ്ത്രീ ഒരു ചേച്ചി, 2 ചേച്ചിമാർ വന്ന് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്കൊരു സംരംഭം തുടങ്ങണം, ഒരു വരുമാനം കണ്ടെത്തണം, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് അവരെന്തെങ്കിലും ഒരു 2-3 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് എൻ്റെ മോട്ടിവേഷൻ കേട്ട് അവർ വീട്ടിലെത്തി. പിറ്റേന്ന് മുതൽ അവരെല്ലാം സെറ്റാക്കി. ഇന്നലെ അവർ വലിയൊരു ഗാർമെൻറ്റ്സ് അവർ ഓപ്പൺ ആക്കി. ആ ഓപ്പൺ ആക്കിയിട്ട് അവർ 1,00,000 രൂപയുടെ പിന്നെ പ്രൊഡക്റ്റ് അവിടെ പ്രൊഡക്ഷൻ ചെയ്തെങ്കിലും പകുതി പ്രൊഡക്ഷൻ ഇന്നലെ അവർ ആ ഓപ്പണിങ്ങിൽ അവർക്ക് സെയിലായി. അവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഈ ഒരു നമ്മളൊരു എന്താ പറയുക തുടങ്ങാൻ ഇപ്പോൾ നമ്മൾ കാര്യം ചെയ്യാൻ തുടങ്ങുക, അത് ചെയ്യാൻ തുടങ്ങുക, നമ്മൾ എന്താ പറയുക നാളെ തുടങ്ങാം ഇല്ല മറ്റന്നാൾ തുടങ്ങാം എന്ന് പറയാതെ നമ്മൾ മനസ്സിൽ നമ്മളൊരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കരുത്, വൈകിക്കരുത്. പിന്നെ നമ്മൾ മനസ്സിനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആരെങ്കിലും ഒരു നെഗറ്റീവ് അതിൻ്റെ മുകളിൽ പിടിച്ച് നമ്മൾ പോകും. ഒരിക്കലും നമ്മൾ നന്നായിട്ട് വലിയ പൈസക്കാരായി, നമ്മൾ നല്ല സംരംഭകരായി, നമ്മൾ ടെൻഷനില്ലാതെ ജീവിക്കണം എന്ന് മറ്റുള്ളവർ ചിന്തിക്കോ? ഒരിക്കലില്ല. നമുക്ക് നല്ല ജീവിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്ത ആരും ഉണ്ടാകുമോ? ഇല്ല. ഒന്നില്ലെങ്കിൽ ഒന്ന് നമ്മൾ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ച് നമുക്ക് എന്താക്കണം, മറ്റുള്ളവർ മുമ്പിൽ കൈ നീട്ടാതെ അന്തസ്സായി നല്ല വരുമാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നല്ലൊരു വരുമാനം കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുക. നല്ലൊരു വരുമാനം നമുക്ക് വേണമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. 1 കിലോ അരി വെക്കാനെന്ന് ഉദ്ദേശിച്ച് വന്നവരൊക്കെ ഉണ്ടാക്കുക. നാളെ മുതൽ 5 കിലോ വെച്ച് അരി വെച്ച് ഭക്ഷണം ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്ത് മോട്ടിവേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ധൈര്യക്കുറവോ അല്ലെങ്കിൽ എന്ത് വരികയാണെങ്കിലും നിങ്ങൾ എന്താകണം, പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുക, വിളിക്കരുത്. കാരണം നിങ്ങൾക്ക് അറിയില്ല തിരക്ക്. ഞങ്ങൾ രാവിലെ ഷോപ്പ് ഓപ്പണിംഗ് അങ്ങ് 7:45 ഒരുപാട് ആൾക്കാരെ മാനേജ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും. രാത്രി വരെ ചില സമയത്ത് പ്രോഗ്രാം ഉണ്ടാവും. വൈകുന്നേരം നമ്മൾ 7 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാമിലിയോട് ഇതായി നിന്നില്ലെങ്കിൽ നമുക്ക് ഫാമിലിയും വേണം. ബിസിനസ് മാത്രം പോരല്ലോ. അപ്പോൾ 7 മണി മുതൽ 9 മണി വരെ നമ്മൾ ഫാമിലിയോട് നിൽക്കുക. 9 മണിക്ക് ശേഷം പിന്നെയും വർക്ക് തുടങ്ങി 10-11 മണി വരെ കിടക്കും. എന്നാലും അതിൻ്റെ ഉള്ളിൽ എല്ലാ മെസ്സേജുകളും കംപ്ലീറ്റ് ആക്കലുണ്ട്. അപ്പോൾ പരമാവധി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒഴിവുള്ള സമയം നോക്കി എല്ലാവർക്കും റിപ്ലൈ തരും. എന്തായാലും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഇത്രത്തോളം 1 വർഷമായിട്ട് ബിസിനസ് ചെയ്ത് കുറേ നമ്മൾ വരുമാനം കണ്ടെത്തി. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ടും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് എന്താക്കാൻ പറ്റും, വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു വരുമാനം കണ്ടെത്തുന്ന സ്കീമുകളാണ് ഈ ഇതിലുള്ളത്, ചെമ്മന്നൂരിലുള്ളത്. വെച്ചാൽ നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നല്ല നല്ല കോണ്ടാക്റ്റുകൾ നമുക്ക് കണ്ടാൽ അറിയാലോ. അപ്പം 2 നെഗറ്റീവ് പറഞ്ഞാൽ 3ാമത്തെ ആളെ നിർത്തരുത്, പിന്നെ അടുത്ത ആളെ തുടരുക. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ കോണ്ടാക്റ്റിലൊക്കെ ഇതാക്കാം. പരമാവധി ഓരോ സ്കീമും പരിചയപ്പെടുത്തി കൊടുക്കുക, എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക, നല്ല വർക്ക് എടുക്കുക, നല്ലൊരു വരുമാനം. നമ്മളെ ഭർത്താക്കന്മാർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങോട്ട് വരുമ്പം ഭർത്താക്കന്മാർ പറയും, നീ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണോ, അപ്പോൾ നീ ഇത് പോയിട്ട് എന്ത് കാണിക്കും നോക്കട്ടെ, എന്നാലും നിന്റെ ആഗ്രഹമല്ലേ എന്നിട്ട് വിടും. പക്ഷെ ഇവർക്കൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളെ കാണിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. സോപ്പിങ് ഭർത്താക്കന്മാരോട് നമ്മൾ എന്താക്കണം, പരമാവധി സോപ്പ് ഇടണം. കാരണം എന്താ വെച്ചാൽ ദേഷ്യമോ വാശിയോ ഒന്നും എന്തിനാവില്ല അവിടെ. അപ്പോൾ അവരോട് നല്ലോണം നിൽക്കുക. എന്നിട്ട് വർക്ക് എടുത്തിട്ട് ആ വരുമാനം കിട്ടുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക.
അല്ലെങ്കിൽ അവർക്ക് കൊടുത്താൽ തന്നെ നല്ല സന്തോഷം. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ ഒരുപാട് ചെലവുണ്ട്, മക്കളെ പഠിത്തം, വിദ്യാഭ്യാസം. അപ്പോൾ എന്തിനെങ്കിലും ഒന്ന് നമ്മൾ സപ്പോർട്ടാകുമ്പോൾ തിരിച്ചെന്താക്കും, ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ വന്നു. പക്ഷെ ഓരോ ക്ലാസ്സും കേട്ടിട്ട് ഞാൻ ചോദിച്ചു പോകുന്നില്ല, അവർ കുറച്ചിട്ട് അങ്ങനെ ഫുൾ ക്ലാസ്സും കേട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് ഫുൾ അറിയില്ല. അതാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, എല്ലാവരും നല്ല വർക്ക് എടുക്കുക, എന്നിട്ട് നല്ല വരുമാനമാക്കുക, എന്നിട്ട് ഫാമിലി ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടി നല്ല സമാധാനത്തോടുകൂടി നല്ലൊരു വരുമാനത്തോടുകൂടി ജീവിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ കണ്ടില്ല കഴിഞ്ഞ ക്ലാസ്സിൽ, കൈയില്ലാത്തടത്തും നല്ലൊരു വരുമാനം. നമുക്ക് 2 കൈയുണ്ട്, നമ്മൾ പ്രശ്നം എന്താ, ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഒരു ഭാവനയാവും അല്ലേ. നമ്മൾ കേട്ടിട്ടില്ലേ, എൻ്റെ ഒരു ഏട്ടത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒക്കെ ഏത് നേരവും കരച്ചിലും ടെൻഷനാണ്. ഫോൺ വിളിച്ച് മക്കൾ പോയെന്ന് വിളിച്ചു നോക്കിയാൽ ഫുൾ കരച്ചിലാണ്, ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് വെച്ചപ്പോൾ നിനക്ക് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റില്ല, പിന്നെ നിന്നോട് പറയേണ്ടതാണ്. ഞാൻ കുറച്ച് വർക്ക് നീ എന്നത് ചെയ്യുന്ന കുറച്ച് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട്. അതിനെ കുറച്ച് വർക്ക് കൊടുത്ത് 2 ആഴ്ച നല്ലോണം ചെയ്ത് 3-ാമത്തെ ആഴ്ച ചോദിച്ചതിൻ്റെ പ്രശ്നം തീർന്നു ചോദിച്ചു. അപ്പോൾ പിന്നെ വിളിക്കുമ്പോൾ കരച്ചിലും പറച്ചിലൊന്നുമില്ല. അത് ഏകദേശം സെറ്റായി വന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അതിപ്പോൾ പ്രശ്നം തീർന്നേ കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മൂത്ത മുടി വെട്ടായിട്ടേക്കും പ്രശ്നം. കുട്ടികളെ മുടി വളർത്തിയിട്ട് വീട്ടിലത്തെ ആൾക്കാർ പറയാന്ന്, മുടി വളർത്തി നന്നായിട്ട് വെട്ടായിട്ട് കുടുംബക്കാരും വീട്ടുകാരും നാട്ടുകാരൊക്കെ ചീത്ത പറയാന്ന്. അത് കേട്ടിട്ട് മാനസികമായിട്ടാണ് ദിവസം കഴിച്ചത്. അപ്പം ഞാൻ പറഞ്ഞാലും പരിഹാരം തീരത്തിന് ഇപ്പം പരിഹാരമായോ എന്ന് ചോദിച്ചു. ഇപ്പോൾ മുടി വെട്ടി, അതെന്താ 3 ആഴ്ച വർക്കിൻ്റെ തിരക്കായി കൊണ്ട് മുടി വെട്ടി പറയാൻ മറന്നുപോയപ്പോൾ കുട്ടി കഴിച്ച് ഞാൻ വെട്ടായിട്ട് ഉമ്മാക്കെന്തോ മാനസികമായി എന്ന് വെച്ചിട്ട് പറയാറ് വന്നപ്പോൾ പോയിട്ട് വെട്ടി ഫാമിലി ഉഷാറായി. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് ഭർത്താക്കന്മാരായാലും മക്കളായാലും നമ്മളിങ്ങനെ കൊടുക്കൂല, കാരണം സമയം ഉണ്ടാവില്ല. വേഗം പണി തീർത്തിട്ട് നമ്മളെന്താ നമ്മളെ വർക്കിലേക്ക് എടുക്കുക. അപ്പോൾ കുറേ പ്രശ്നങ്ങളും തീരും സാമ്പത്തികമായിട്ട്. പിന്നെ നമ്മളെ വീട്ടിലെ പ്രശ്നമില്ലെങ്കിൽ അടുത്ത പരത്തെ വീട്ടിലത്തെ പ്രശ്നം ആലോചിച്ചിട്ട് കരയുന്ന സിറ്റുവേഷൻ വരും, അതും ഉണ്ടാവില്ല. നമ്മളെ കാര്യം കഴിഞ്ഞ് ജോലിയിലേക്ക് ഇറങ്ങി വർക്ക് എടുത്ത് നല്ലൊരു ആക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ പിന്നെ ബാക്കിയുണ്ട് നമ്മളെന്താക്കും, അങ്ങ് ഒഴിവാക്കും. അപ്പം നമ്മളെ വീട്ടിലത്തെയും കുറേ പ്രശ്നങ്ങൾ തീരും. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?